നമസ്കാരം. ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുമ്പോഴേ നമ്മുടെ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആപ്പുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 2020 കോവിഡ് സമയത്തിന് ശേഷം ഒക്കെ ആയിട്ടായിരിക്കും ഈ പേയ്മെന്റ് ആപ്പുകൾ ഇത്രയും പ്രചാരത്തിലായത്. ഇപ്പോൾ വരുന്ന പേയ്മെന്റ് എല്ലാം ഒരു 90%, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ആപ്പ് ത്രൂ ആയിരിക്കാം ചെയ്യുന്നത്. ഒരുപാട് ആപ്പ് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഗൂഗിൾ പേ ഉണ്ട്, ജി പേ ഉണ്ട്, പേടിഎം ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പിന്നെ ഭീം ആപ്പ് ഉണ്ട്, അതേപോലെ ആമസോൺ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ആപ്പുകൾ ഉണ്ട്. പിന്നെ എല്ലാ ബാങ്കുകൾക്കും അവരവരുടേതായിട്ടുള്ള ആപ്പുകൾ ഉണ്ടാവും. ഈ ജി പേ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ അതിൽ തരും വരും. അവർ തുടങ്ങുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും, പരസ്യത്തിലൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ജി പേ ഒക്കെ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു എറിഞ്ഞു തരുന്ന 3 രൂപയോ 5 രൂപയോ ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കും. അതുകൂടാതെ അവർ തരുന്നതൊക്കെ മിക്കതും വല്ല ഉഗാണ്ടയിലോ നൈജീരിയയിലോ ഒക്കെ കിടക്കുന്ന ഏതെങ്കിലും കോസ്മെറ്റിക് കമ്പനിയുടെ പ്രൊഡക്ട്സ് എടുത്താൽ ഇത്ര പെർസെൻറ്റേജ് ഓഫർ, 100% ഓഫർ, അല്ലെങ്കിൽ നമുക്ക് യാതൊരു ആവശ്യമില്ലാത്ത ഫ്ലൈറ്റ് ടിക്കറ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇത്ര പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരാം. എന്നാൽ ഇന്ന് 2 ആപ്പിനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. താരതമ്യേന പുതിയ ആപ്പുകളാണ്. ഈ ആപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ നമുക്ക് ക്യാഷ് റിട്ടേൺ കിട്ടും. അതിൽ ആദ്യത്തെയാണ് സൂപ്പർ മണി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. സൂപ്പർ മണി എന്ന് നമുക്ക് പ്ലേ സ്റ്റോറിലോ ഇതിൽ ആപ്പിളിന്റെ സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ സൂപ്പർ മണി ഓൺ ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടാണ്. അതായത് ആമസോൺ, അവരുടെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ആമസോൺ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ സൂപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ സൂപ്പർ മണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും, സ്കാനർ വെച്ചിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും, സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു എമൗണ്ട്, ചിലപ്പോൾ 1 രൂപയായിരിക്കാം, ചിലപ്പോൾ 50 പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അതിലും കുറഞ്ഞതോ കൂടിയതോ ആയിരിക്കാം, ഷുവർ ഷോർട്ടായിട്ട് നമുക്ക് ഒരു റിട്ടേൺ വരും, എത്ര എമൗണ്ട് ആണെങ്കിലും. പിന്നെ അതുപോലെ പേയ്മെന്റ്സ്, ഇലക്ട്രിസിറ്റി ബില്ലോ അങ്ങനത്തെ ഫോൺ ബില്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്ന സമയത്തും നമുക്ക് ചെറിയൊരു പൈസ കിട്ടും. ഇപ്പൊ ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1 മാസത്തിലേറെ ആയിട്ടുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ സൂപ്പർ മണി എടുത്തിട്ട്. അപ്പൊ തന്നെ എനിക്കൊരു 185 രൂപ ഒക്കെ ക്രെഡിറ്റ് ആയിട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമതുള്ള ഒരു പുതിയൊരു ആപ്പ് ഉണ്ട്, താരതമ്യേന പുതിയതാണ് തോന്നുന്നുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഒരാഴ്ചയായിട്ടേ ഉള്ളൂ എടുത്തിട്ട്. പോപ്പ് എന്ന് പറഞ്ഞിട്ട്, പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. അത് ഈ പോപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ആദ്യത്തെ ഒരു പേയ്മെന്റ് തന്നെ 5 രൂപ ക്രെഡിറ്റ് ആയി. അതിനുശേഷം പിന്നീട് 10 രൂപയായി പിൻവലിക്കാം. അതിനുശേഷം പിന്നീട് വരുന്നത് വീണ്ടും എഗെയിൻ ഒരു 6.5 രൂപ ഇപ്പൊ ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഇതിന്റെ രണ്ടിന്റെയും വിത്ഡ്രോവൽ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്ഡ്രോ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ചെയ്താൽ ചെറുതെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസ് വരും. താങ്ക് യു വെരി മച്ച്.